Dear student, welcome to online class. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ അഥവാ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. നമ്മൾ ഈ വിപ്ലവത്തിൽ ലാറ്റിൻ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ബ്രസീൽ, അർജന്റീന, മെക്സിക്കോ തുടങ്ങിയ 23ഓളം രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, വൈ ദ റീജിയൻ ഈസ് നോൺ ആസ് ലാറ്റിൻ അമേരിക്ക. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കാനുള്ള കാരണം നമുക്ക് നോക്കാം. In 16th and 17th century, Spain and Portugal established their colonies in Latin America. ആരൊക്കെയാണ് കോളനികൾ സ്ഥാപിക്കുന്നത്? സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു വിദേശ ശക്തി എന്ന് പറയുന്നത് ആരാണ്? സ്പെയിനും പോർച്ചുഗലുമാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കോളനികൾ സ്ഥാപിക്കുന്നത്. ഇനി തൊട്ടടുത്ത് നോക്കാം നമുക്ക്. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് ബിലോങ് ടു ലാറ്റിൻ ലാംഗ്വേജ് ഫാമിലി. പ്രധാനമായിട്ടും ഈ ലാറ്റിൻ അമേരിക്കയുടെ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ലാറ്റിൻ ലാംഗ്വേജ് ഫാമിലിയിലുള്ള സ്പാനിഷ് അതുപോലെ തന്നെ പോർച്ചുഗീസുമാണ്. അതുകൊണ്ട് തന്നെയാണ് സോ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടുത്തെ ലാംഗ്വേജ് ഏതാണ്, അതുപോലെ തന്നെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വന്ന വിദേശികൾ ആരൊക്കെയാണ്? സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. ഓക്കെ, പ്രധാനമായിട്ടും ഇവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മിഡീവൽ പീരീഡാണ്. ഇൻ മിഡീവൽ പീരീഡ് ദേ ഹാഡ് അബൻഡൻസ് ഓഫ് റിസോഴ്സ്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് അവൈലബിൾ ആയിരുന്ന ഒരു രാജ്യമായിരുന്നു ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അവരുടെ റിസോഴ്സ് എന്ന് പറയുന്നത് ദേ ഹാഡ് റിസോഴ്സ് അഗ്രികൾച്ചർ, മൈൻസ്, ഗോൾഡ്, സിൽവർ, കോപ്പർ എക്സെട്ര. പ്രധാനമായിട്ട് ഇവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഒന്ന് കൃഷിയാണ്, അതുപോലെ തന്നെ ഖനികളാണ്. ഏതൊക്കെ? ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ, കോപ്പർ. അതിന് കൂടെ തന്നെ കൾട്ടിവേറ്റ് മൈസ്, ധാരാളം ചോള കൃഷി അവർ കൃഷി ചെയ്തിരുന്നു. റീഡ് ഷീപ്പ്, ആടുകളെ അവർ മേയിച്ചിരുന്നു, അല്ലെങ്കിൽ കാറ്റിൽ റീഡ്. അതിന് കൂടെ തന്നെ അക്വയർഡ് ദ വെൽ ത്രൂ ട്രേഡ്. ഒരുപാട് റിസോഴ്സ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് ത്രൂ ട്രേഡ്, കച്ചവടത്തിലൂടെയാണ് അവരുടെ സാമ്പത്തിക മേഖല വളർച്ച കൈവരിക്കുന്നത്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞു വന്നത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രദേശം തന്നെയായിരുന്നു ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു റിസോഴ്സ് കണ്ണുവെച്ച് അവിടെ കൊള്ളയടിക്കാൻ വന്നത് ആരൊക്കെയായിരുന്നു? യൂറോപ്യൻ ശക്തികളായിട്ടുള്ള സ്പെയിനുകാരും പോർച്ചുഗീസുകാരുമാണ്. ഇനി അടുത്തത് ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ സാധാരണ എക്സാമിന് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിസൾട്ട് ഓഫ് കൊളോണൈസേഷൻ, അല്ലെങ്കിൽ ഈ ഒരു കൊളോണിയൽ ശക്തി ഈ ഒരു കോളനിയിലേക്ക് വന്ന സമയത്ത് എങ്ങനെയെല്ലാമാണ് ആ പ്രദേശത്തെ ബാധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ബാധിച്ചിട്ടുള്ളത് ദേ പ്രൊപ്പഗേറ്റഡ് ദർ ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ ആൻഡ് കസ്റ്റംസ്. അവരുടെ ഭാഷകൾ, അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ മതങ്ങൾ എല്ലാം അവർ അവിടെ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ബിൽഡ് ഹൗസസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള സ്റ്റൈലുകളൊക്കെ മാറ്റിയിട്ട് ഈ സ്പാനിഷ് രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ, പ്രധാനമായിട്ടും ചർച്ചസ്, ഹൗസസ് എല്ലാം അവർ നിർമ്മിച്ചിരുന്നത്. അടുത്തത് സ്പാനിഷ് സിസ്റ്റം ഓഫ് ഫാമിംഗ്. അവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സ്പെയിനിലുണ്ടായിരുന്ന ഫാമിംഗ് മെത്തേഡാണ്. സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, അവർ അവിടെ ഉപയോഗിച്ച, അല്ലെങ്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം,
ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരങ്ങൾ അതെല്ലാം മാറ്റിമറിക്കപ്പെട്ട് ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് ഈ ഒരു പ്രദേശത്തെ മാറ്റുവാൻ ഈ ശക്തികൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സംഗതികളൊക്കെ അവിടെ നടപ്പിലാക്കിയത്. അടുത്ത് നോക്കാം, ഇങ്ങനെ മാറ്റങ്ങൾ കൂടെ തന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ലാറ്റിൻ അമേരിക്ക പീപ്പിൾ. ഒരുപാട് പുതിയ രോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങൾ യൂറോപ്പിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. തൊലിയുടെ നിറത്തിൽ ആളുകളെ വേർതിരിച്ച് കാണാൻ തുടങ്ങി. യൂറോപ്യൻ ആളുകളെ നോക്കുന്ന സമയത്ത് വേറൊരു നിറമായിരുന്നു കാണാം. അതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ ജനങ്ങൾ എന്ന് പറയുന്നത് വേറെ ഒരു നിറത്തിലാണ് കാണുക. ആ ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ they looted the resource and wealth of the Latin American people. ഈ ലാറ്റിൻ അമേരിക്കയുടെ സമ്പത്ത് എല്ലാം ആര് കൊള്ളയടിച്ചോ? ഈ വിദേശ ശക്തികളായിട്ടുള്ള പോർച്ചുഗീസുകാരും സ്പെയിനുകാരും. enslaved the native to work. അടിമകളെ പോലെ ഈ ഒരു ജനങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു ആര്? ഈ വിദേശ ശക്തികൾ. അങ്ങനെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇത് ഉയർന്നു വരുവാൻ ഒരുങ്ങി. ആ ഒരു സമയത്താണ് ഒരുപാട് ചിന്തകന്മാർ ഇവരുടെ ഈ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ആ ഒരു ലീഡ് ചെയ്ത ആളുകളാണ് സൈമൺ ബൊളീവിയർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറണ്ട. ഇവരാണ് ഈ ഒരു വിപ്ലവം നയിച്ചത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള വിപ്ലവമായിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഒരുപാട് ആശയങ്ങൾ ഈ ഒരു വിപ്ലവത്തിലേക്ക് ഇവർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു റിസൾട്ട് ഓഫ് കൊളോണൈസേഷൻ ആണ്. ഇവരിവിടെ വന്ന സമയത്ത് ഇവർക്കുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിലുണ്ടായിട്ടുള്ള എങ്ങനെയെല്ലാമാണ് ബാധിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അവിടെ ഭാഷകൾ, സംസ്കാരങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വിപ്ലവത്തിലേക്ക് ഇവരെ നയിച്ച നേതാക്കന്മാരെന്ന് പറയുന്നത് സൈമൺ ബൊളീവിയർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറണ്ട. അപ്പോൾ ഇത്തരം മാത്രമേ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുള്ളൂ, പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് അനദർ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ അഥവാ റഷ്യൻ വിപ്ലവം. ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1917 മുതൽ 1923 കാലഘട്ടം വരെയാണ് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടമൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലഘട്ടം, അല്ലെങ്കിൽ നടന്ന വർഷം എന്ന് പറയുന്നത്. ഇപ്പം ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലായാലും അതിൻ്റെ ഡേറ്റുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ റഷ്യൻ വിപ്ലവത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് സാർ കിങ്സ് അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാർ എന്നാണ്. ഫ്രഞ്ച് റവല്യൂഷനും പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു ബൂർബൺ കിങ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ രാജാക്കന്മാരെ നമ്മൾ വിളിക്കുന്ന പേര് സാർ ചക്രവർത്തിമാർ എന്നാണ്. ഓക്കെ, നമുക്ക് പാഠപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം പ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്ററാണ് മാക്സിം ഗോർക്കി. അദ്ദേഹത്തിൻ്റെ മദർ എന്ന നോവലിലൂടെ അദ്ദേഹം റഷ്യൻ ജനങ്ങളുടെ സങ്കടങ്ങളും അതുപോലെ തന്നെ അവരുടെ പരാതികളൊക്കെ അവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോവലിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടുത്തെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം ആൻഡ് എവറി വൺ ഹാസ് ടു വർക്ക്. എന്ത് ചെയ്യണം അവിടെ? എന്ത് അബോളിഷ് ചെയ്യണം? ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം എന്നുള്ള ഒരു സംവിധാനം അവിടെ അവസാനിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്തിന് ഇമ്പോർട്ടൻ്റ് നൽകണം? ഇമ്പോർട്ടൻ്റ് ദ പബ്ലിക് സെക്ടർ. ഒരു പൊതു ഉടമസ്ഥാവകാശത്തിന് പ്രാധാന്യം നൽകണം ഇവിടെ റഷ്യയിൽ. അതുപോലെ തന്നെ എവരി വൺ ഹാസ് ടു വർക്ക്. മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും എന്ത് ചെയ്യണം? തൊഴിൽ ചെയ്യണം അല്ലെങ്കിൽ ജോലി ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ, ഫാമേഴ്സ് തുടങ്ങിയ ഏതെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ലീഡ് എ ട്രാജിക് ലൈഫ്. അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഏതാണ്? ഒരു ട്രാജിക് ലൈഫാണ്. ഓക്കെ, അനദർ പോയിന്റ്, ദ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. അവിടെ എന്തേ ഉള്ളൂ?
ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ റഷ്യയിലുള്ളൂ. അത് ജനങ്ങളുടെ വരുമാനത്തെ ബാധിച്ചു. പക്ഷേ കുറഞ്ഞ വരുമാനമാണെങ്കിൽ പോലും ഇവരെന്ത് ചെയ്യണം? ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. ഉയർന്ന നികുതി ഗവൺമെന്റ് നൽകണം. ഉള്ള കർഷകരാണെങ്കിൽ പോലും കുറഞ്ഞ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ മോർ ഓവർ ഫാമേഴ്സ് ലാൻഡ്ലെസ്, അവർക്ക് എന്തില്ല? ഭൂമിയില്ല. എന്നിട്ട് പോലും അവർ എന്ത് നൽകണം? ഹ്യൂജ് ടാക്സ് ഗവൺമെന്റ് നൽകണം. അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കാം, റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സ്. ഉയർന്ന പ്രകൃതി വിഭവങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് റഷ്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മിക എന്ന് പറഞ്ഞാൽ തുച്ഛമായ എന്തുള്ളൂ? അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉള്ളൂ. ഇറ്റ് വാസ് ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് എക്സിസ്റ്റഡ് ദർ. ഉള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായം ആരുടെ കയ്യിലാണ്? ഫോറിനേഴ്സിന്റെ കയ്യിലാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും റഷ്യൻ ജനവിഭാഗം അനുഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ആരാണ് ഇവിടുത്തെ വില്ലൻ? അല്ലെങ്കിൽ ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ആരാണ്? ഈ സാർ ചക്രവർത്തിമാർ. ഒരു ഓട്ടോക്രാറ്റിക് റൂളർ ആയിരുന്നു ആര്? ഈ സാർ ചക്രവർത്തിമാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ജനങ്ങൾ, പീപ്പിൾ അഗെയിൻസ്റ്റ് റൂളേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം വരുന്നത് എന്താണ്? ഈ ഫാക്ടറി തൊഴിലാളികളും അതുപോലെ തന്നെ ഫാമേഴ്സിൻ്റെയും ഒരു ട്രാജിക് ലൈഫാണ് ഏതിലേക്ക് നയിച്ചിട്ടുള്ളത്? ഒരു റെവല്യൂഷനിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇവർക്ക് ഇതിൽ നിന്ന് എന്ത് വേണം? ഒരു മാറ്റം വേണം, ഒരു ചേഞ്ച് വേണം. അതാണ് ഒരു റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉള്ളത്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഈ ഒരു പ്രശ്നങ്ങളെ മുൻനിർത്തി ഇവർ ഒരു വിപ്ലവത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ എന്ന് പറയുന്നത് ഇവരാണ്. റഷ്യൻ വിപ്ലവത്തിലേക്ക് പ്രധാനമായിട്ടും സ്വാധീനിച്ച ചിന്തകന്മാരെന്ന് പറയുന്നത് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനാവ്, ആന്റൺ ചെക്കോവ്. ഈ ആളുകളാണ് ഈ റഷ്യൻ വിപ്ലവത്തിലേക്ക് ഒരുപാട് തരത്തിലുള്ള അവരുടെ കഥകളിൽ, അവരുടെ നോവല്, അവരുടെ എഴുത്തുകളിലൊക്കെ ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തെ അവർ പകർത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഈ ആളുകളാണ് ഈ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചിന്തകന്മാരെന്ന് പറയുന്നത്. ആ സെയിം ടൈം അവിടെ ഒരു പുതിയ ഒരു ഐഡിയോളജി ഫോം ചെയ്യാണ്. ദാറ്റ് ഐഡിയോളജി ഈസ് മാർക്സിസ്റ്റ് ഐഡിയോളജി, ഫോർമുലേറ്റഡ് ബൈ ഫ്രെഡറിക് എംഗൽസ് ആൻഡ് കാൾ മാർക്സ്. ഒരു മാർക്സിസ്റ്റ് ചിന്ത റഷ്യയിൽ വരികയാണ് ഈ ഒരു സമയത്ത്. ഇതിൻ്റെ സ്ഥാപകരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സും ആളുകളാണ്. പ്രധാനമായിട്ടും ഇവർ പറയുന്നത് എന്താണ്? സുപ്രമസി ടു വർക്കേഴ്സ്. ഈ ക്യാപിറ്റലിസ്റ്റിന് ഉണ്ടായിരുന്ന ഒരു അധികാര മേധാവിത്വം, സുപ്രമസി ആർക്ക് കൊടുക്കണം? തൊഴിലാളികൾക്ക് നൽകണം. എന്നിട്ട് അവിടെയുള്ള എല്ലാ അധികാരവും ആർക്ക് നൽകണം? തൊഴിലാളികൾക്ക് നൽകണം. അപ്പോൾ ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി ആർക്ക് വേണ്ടിയായിരുന്നു? ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു ഇത് മാർക്സിസ്റ്റ് ഐഡിയോളജി. അപ്പോൾ അത് ഫോർമുലേറ്റ് ചെയ്തത് ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സും. അങ്ങനെ ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി ബേസ്ഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചിന്താഗതിയിലൂടെ ഒരു പാർട്ടി അവിടെ രൂപീകരിക്കുകയാണ്, ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത്? ട്രേഡ് യൂണിയൻ ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ്. ജനങ്ങളുടെ ദുരിതപൂർണമായിട്ടുള്ള, തൊഴിലാളികളുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാണ്, ബേസ്ഡ് ഓൺ മാർക്സിസ്റ്റ് ഐഡിയോളജി. അങ്ങനെ നിലവിൽ ഇപ്പോൾ റഷ്യയിൽ പുതിയൊരു ചിന്താഗതി വരികയാണ്. അതേതാണ്? മാർക്സിസ്റ്റ് ഐഡിയോളജി, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താഗതി വരികയാണ്. അപ്പോൾ അവിടെ ആർക്കാണ് അധികാരം കൂടുതൽ? ഒരു വർക്കേഴ്സിനാണ് അവിടെ കൂടുതൽ അധികാരമുള്ളത്. അപ്പോൾ ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി ബേസ്ഡ്, അതിൻ്റെ ഒരു ബേസുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടി അവിടെ രൂപീകരിക്കുകയാണ്. ആ പാർട്ടിയാണ് ഏത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഇത് ഉത്ഭവിക്കുന്നത് 1899. അങ്ങനെ ലേറ്റർ ദിസ് പാർട്ടി സ്പ്ലിറ്റ് ഇൻടു ടു, മെൻഷെവിക്സ് ആൻഡ് ബോൾഷെവിക്സ്. തുടക്കത്തിൽ ഒരു പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചില ഭിന്നതകൾ കാരണം ആ പാർട്ടി എന്തായിട്ട് മാറാണ്? രണ്ട് പാർട്ടിയായിട്ട് മാറാണ്, മെൻഷെവിക്സ് ആൻഡ് ബോൾഷെവിക്സ്.
ഈ മെൻഷവിക്സ് എന്നാണ് മൈനോറിറ്റി, ആ ഒരു പാർട്ടിയിൽ കുറച്ച് വിഭാഗം ആളുകളായിരുന്നു എതിരുണ്ടായിരുന്നത് മെൻഷവിക്സിൽ. ഈ ബോൾഷെവിക് എന്ന് പറഞ്ഞ മെജോറിറ്റി ഓഫ് പീപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ബോൾഷെവിക് ആൻഡ് മെൻഷവിക്. ഇതിന്റെ നേതാക്കന്മാർ ആരെല്ലാം നോക്കാം നമുക്ക്. ലെനിൻ ആൻഡ് ട്രോട്സ്കി. ഈ ലെനിനും ട്രോട്സ്കിയുമാണ് ഏതിന്റെ നേതാവ്? ബോൾഷെവിക്കിന്റെ നേതാവ്. മെൻഷവിക്കിന്റെ നേതാവ് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ റഷ്യൻ ജനങ്ങൾക്കുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. അങ്ങനെ ഈ പാർട്ടി പിന്നീട് എന്ത് ചെയ്തു? രണ്ട് വിഭാഗമായിട്ട് മാറി. ഒന്ന് ലെനിന്റെ കീഴിലും രണ്ടാമത്തേത് ഏതാണ്? അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിലും. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ആ പാർട്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിലവിൽ റഷ്യയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾ രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് ആ ഒരു നിലവിലുണ്ടായ പാർട്ടി സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടികളായിട്ട് മാറി. അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് 1905 വാർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ജപ്പാൻ. അവിടെ റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി 1905. പക്ഷേ നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും ചെറിയൊരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? റഷ്യ പരാജയപ്പെട്ടു. നിലവിൽ തന്നെ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഓൺ 9 ജാനുവരി 1905 വർക്കേഴ്സ് ഓർഗനൈസ്ഡ് ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗാഡ്. അങ്ങനെ ആ യുദ്ധം നടന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ ഒരു സമയത്താണ് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നത്? ഒരു ഹ്യൂജ് മാർച്ച്, ഒരു വലിയ മാർച്ച് എങ്ങോട്ട് നടത്തുന്നത്? പെട്രോഗാഡ് എന്ന നഗരത്തിലേക്ക് നടക്കുന്നത്. പ്രധാനമായിട്ടും ആ ഒരു മാർച്ചിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡിങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റ് ആൻഡ് എക്കണോമിക് റിഫോംസ്. ഈ തൊഴിലാളികൾക്ക് എന്ത് വേണം? രാഷ്ട്രീയ അധികാരങ്ങൾ വേണം, അവകാശങ്ങൾ വേണം. അതുപോലെ തന്നെ ഒരു എക്കണോമിക്, സാമ്പത്തിക റിഫോംസ് എവിടെ നിലവിൽ വരണം? റഷ്യയിൽ നിലവിൽ വരണം. അങ്ങനെ രണ്ട് ഡിമാൻഡുകളും ഉന്നയിച്ചുകൊണ്ട് അവർ ഒരു ഹ്യൂജ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്രോഗാഡ് എന്ന നഗരത്തിൽ. എന്നാൽ ആ ഒരു സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി സോൾജേഴ്സ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ദ മാർച്ച് വാസ് ഫയർഡ് അറ്റ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ് ഓഫ് ഡെമോൺസ്ട്രേറ്റ് വർ മസാക്കേർഡ്. ആയിരക്കണക്കിന് വരുന്ന പോരാളികൾ, ഈ മാർച്ച് നടത്തിയ ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ആ ഒരു പ്രദേശത്ത്. ഈ ഒരു സംഭവമാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ചെറിയ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് എ ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നുള്ളത്. അത് തുടക്കം നിങ്ങൾ പറയണം, ജപ്പാനുമായി ഒരു യുദ്ധം നടന്നു, ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ തൊഴിലാളികൾ ഒരു ഹ്യൂജ് മാർച്ച് പെട്രോഗാഡ് നഗരത്തിലേക്ക് നടത്തി. ആ ഒരു മാർച്ചിനെ ഈ സോൾജേഴ്സ് എന്ത് ചെയ്തു? വെടിയുയർത്തു. ആർക്കെതിരെ? ഈ ഒരു പ്രക്ഷോഭകാരികൾക്കെതിരെ. അങ്ങനെ ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ ആ ഒരു സംഭവത്തിൽ മരണപ്പെട്ടു. ആ ഒരു സംഭവമാണ് ബ്ലഡി സൺഡേ, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവിടെ റഷ്യയിൽ നിരവധി സോവിയറ്റുകൾ രൂപീകരിക്കുകയാണ്. എന്താണ് സോവിയറ്റ് നോക്കാം. വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആണെന്ത് സോവിയറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സോവിയറ്റ് അവർ രൂപീകരിച്ചത് വേർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്ക്, സമരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. റഷ്യ മുഴുവനായിട്ട് എന്ത് നടത്താൻ വേണ്ടിയിട്ട്? സമരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷനാണെന്ത് സോവിയറ്റ് എന്ന് പറയുന്നത്. ഒരു ശക്തമായിട്ടുള്ള ഒരു സമരങ്ങൾ റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ സോവിയറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? ഇവരുടെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടന്ന സമയത്ത് ആദ്യം നമ്മൾ പറഞ്ഞു ബ്ലഡി സൺഡേ ഉണ്ടായ സമയത്ത് അവർ ഡിമാൻഡിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. ആ ഒരു പൊളിറ്റിക്കൽ റൈറ്റ് സമ്മർദ്ദം മൂലം ഈ ശക്തമായിട്ടുള്ള സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് ആ ഒരു പൊളിറ്റിക്കൽ റൈറ്റ് അവർ അംഗീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് അവർ ഒരു നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യുന്നത്? ദ്യൂമ എന്നുള്ള ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി നിർമ്മിക്കാൻ ഈ നിക്കോളാസ് രണ്ടാമൻ നിർബന്ധിതനായിട്ട് മാറി. അതിന്റെ പേരെന്താണ്? ദ്യൂമ. അതെന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പൊ ഈ ഒരു പൊതു സഭയാണ് എന്ത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ സോവിയറ്റിന് ശക്തമായിട്ട് ഇടപെടൽ കാരണം, അല്ലെങ്കിൽ സമരങ്ങൾ കാരണം എന്ത് നിർമ്മിച്ചു? അവിടെ ഒരു ദ്യൂമ എന്നുള്ള ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി നിർമ്മിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിലെ ഭരണാധികാരി നമ്മൾ ഓർത്തിരിക്കണം, ആരാണ്? നിക്കോളാസ് രണ്ടാമൻ. അങ്ങനെ
ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം 1914 മുതലാണ് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ. നമുക്കറിയാം ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദ്യൂമ എന്നുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ ഈ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറി. ദ്യൂമ പറഞ്ഞു ഒന്നാം ലോക യുദ്ധത്തിന്റെ ഭാഗമായി മാറിയത് കാരണം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. കാരണം കർഷകർക്ക്, തൊഴിലാളികൾക്ക് ജോലിയില്ല, ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ആ ഒരു പ്രശ്നത്തിന്റെ ഇടയിലാണ് നിക്കോളാസ് രണ്ടാമൻ പാർട്ടിസിപ്പേറ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ആരുടെ സമ്മതമില്ലാതെ, ഈ ദ്യൂമ എന്നുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സമ്മതമില്ലാതെ എന്ത് ചെയ്തു? ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് റഷ്യ മാറി. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ആ ഒരു നഷ്ടങ്ങൾ, പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് ലോട്ട് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വോർ കിൽഡ്. ആയിരക്കണക്കിന് സോൾജേഴ്സ് എന്ത് ചെയ്തു? ഈ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമം ആ ഒരു കാലഘട്ടത്തിൽ വളരെ വലിയ രൂപത്തിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു. അപ്പോൾ 1917 ആയ സമയത്ത് പോലും ആളുകൾക്ക് ഭക്ഷണമില്ലാതെ, സാധാരണ ആളുകൾക്ക്, തൊഴിലാളികൾക്ക്, കർഷകർക്ക് ഭക്ഷണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് റഷ്യയെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോക്രാറ്റിക് റൂളേഴ്സിന്റെ ഭാഗമായിരുന്നു ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾക്കുള്ള എല്ലാ കാരണമെന്ന് പറയുന്നത്. പ്രധാനമായും റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത് 2 വിപ്ലവങ്ങളിലൂടെയാണ്. ഒന്നാമത് ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ. നൗ ഡിസ്കസിങ് ഫെബ്രുവരി റവല്യൂഷൻ. നിലവിൽ ഇപ്പോൾ റഷ്യൻ സാഹചര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് ഫുഡില്ല, ഭക്ഷണമില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള അധികാരവും വർക്കേഴ്സിനില്ല. സോൾജേഴ്സിനും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സമയത്താണ് ഓൺ 8 മാർച്ച് 1970 thousands of women marched along the street of Petrograd. അങ്ങനെ 1914 ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഈ പെട്രോഗ്രാഡ് നഗരത്തിലൂടെ മാർച്ച് ചെയ്തു പോവുകയാണ്. അവർ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ക്ലമോറിംഗ് ഫോർ ബ്രെഡ്. ഞങ്ങൾക്ക് എന്ത് വേണോ? ഭക്ഷണം വേണം. കാരണം ഓൾറെഡി ഫുഡ് ഷോർട്ടേജ് ആണ്. അങ്ങനെ ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള പെട്രോഗ്രാഡിൽ എന്ത് ചെയ്യാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. വർക്കേഴ്സ് ഓൾസോ ഓർഗനൈസ്ഡ് പ്രൊട്ടക്ട് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. ഓൾറെഡി അവിടെ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആര്? തൊഴിലാളികൾ. അതിൻ്റെ കൂടെ തന്നെയാണ് ആര് വന്നത്? വുമൺ വന്നത്. ആ ഒരു ഫെബ്രുവരി റവല്യൂഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ സോൾജേഴ്സ് ഈ ഒരു സമരത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു? സോൾജേഴ്സ് ഓൾസോ ജോയിൻ വിത്ത് ദ സോവിയറ്റ്സ്. ഈ ഒരു സമരത്തിൻ്റെ കൂടെ ആര് പങ്കെടുത്തു? സോൾജേഴ്സ് പങ്കെടുക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധം ചെയ്യാൻ രാജാവ് പറയാം, ഇവർ യുദ്ധം ചെയ്യാൻ പോവാം. യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും ആർക്ക് ലഭിച്ചിട്ടില്ല? സോൾജേഴ്സിന് ലഭിച്ചിട്ടില്ല. അവർക്കും അറിയാം ഇതൊരു നീതി നിഷേധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരത്തിന് അനുകൂലമായിട്ട് സോൾജേഴ്സ് ആരുടെ ഭാഗത്ത് നിന്നോ? ഈ ഒരു വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നു. ഓക്കെ, പ്രധാനമായിട്ടും 2 എയിം ആയിരുന്നു ഈ ഒരു റവല്യൂഷനിൽ അവർ ഉന്നയിച്ചിരുന്നത്. വൈപ്പ് ഔട്ട് ദ സാർ റൂൾസ്. സാർ ചക്രവർത്തിമാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. അതുപോലെ തന്നെ വിത്ഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. അവിടെ പ്രശ്നങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? വൈപ്പ് ഔട്ട് ദ സാർ റൂൾസ്. ഈ സാർ ചക്രവർത്തിമാരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക. പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ ഈ ഫെബ്രുവരി റവല്യൂഷന്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു വിപ്ലവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റവല്യൂഷണറീസ് ക്യാപ്ചേർഡ് ദ പെട്രോഗ്രാഡ് ആൻഡ് നിക്കോളാസ് വാസ് ത്രോൺ ഔട്ട് ദ പവർ. അധികാരത്തിൽ നിന്ന് നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കുകയാണ് ഈ ഒരു വിപ്ലവകാരികൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ആര്? ഈ വിപ്ലവാധികാരികൾ. അടുത്ത് നോക്കുക, പ്രൊവിഷണൽ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ അലക്സാണ്ടർ കെരൻസ്കി. അങ്ങനെ നിലവിലുണ്ടായിരുന്ന സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിയിട്ട് അവിടെ ആര് അധികാരത്തിലെത്തുകയാണ് ചെയ്യുന്നത്? അലക്സാണ്ടർ കെരൻസ്കി.
ഈ അലക്സാണ്ടർ കെരൻസ്കി ഏത് പാർട്ടിയുടെ നേതാവാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? മെൻഷെവിക്. അപ്പോൾ അവിടെ അധികാരത്തിലെത്തുന്നത് ഏത് പാർട്ടിയാണ്? മെൻഷെവിക് പാർട്ടി എവിടെ അധികാരത്തിലെത്തുകയാണ്? റഷ്യയിൽ അധികാരത്തിലെത്തുക. അങ്ങനെ ഒരു പ്രൊവിഷണൽ, ഒരു താൽക്കാലിക ഗവൺമെന്റ് എവിടെ ഫോം ചെയ്യാണ്? റഷ്യയിൽ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റവല്യൂഷൻ നമ്മൾ പറഞ്ഞു, ഏതാണ്? ഫെബ്രുവരി റവല്യൂഷൻ. ഈ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അധികാരത്തിലുണ്ടായിരുന്ന സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആര് അധികാരം സ്ഥാപിച്ചു അവിടെ? അലക്സാണ്ടർ കെരൻസ്കി. അദ്ദേഹത്തിന്റെ പാർട്ടി നമുക്കറിയാം, ഏതാണ്? മെൻഷെവിക്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്, അവിടെ ഓൾറെഡി ഇപ്പോൾ ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ട്, ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ട്, ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ ഈ താൽക്കാലിക ഗവൺമെന്റിനെതിരെ ഒരു പാർട്ടിയുടെ അവിടെയുണ്ട്, അധികാരത്തിലില്ലാത്ത പാർട്ടി, ഏതാണ്? ബോൾഷെവിക്. അത് നേതാവാണ് ആര്? ലെനിൻ എന്ന് പറയുന്നത്. ലെനിൻ ആ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. അദ്ദേഹം നേരെ എങ്ങോട്ട് വന്ന്? റഷ്യയിലേക്ക് വന്ന് വളരെ ശക്തമായിട്ട് ഈ ഗവൺമെന്റിനെ എതിർത്തു. ആര്? ലെനിനെ. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു സോവിയറ്റ്. പൂർണ്ണമായിട്ടുള്ള അധികാരം ആർക്ക് നൽകണം? സോവിയറ്റുകൾക്ക് നൽകണം, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് നൽകണം. എന്നാലേ ഈ ഒരു വിപ്ലവത്തിന്റെ വിജയം, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആര് പറയാണ്? ലെനിൻ പറയാണ്. അങ്ങനെ ഈ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായത്തോട് അദ്ദേഹത്തെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തു? ബോൾഷെവിക് പാർട്ടി ആൻഡ് സോവിയറ്റ് സപ്പോർട്ടഡ് ഹിം. അദ്ദേഹത്തെ ഈ ബോൾഷെവിക് പാർട്ടിയും അതുപോലെ തന്നെ സോവിയറ്റുകളും ആരെ സപ്പോർട്ട് ചെയ്തു? ലെനിനെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ഒരു ഗവൺമെന്റിനെതിരെ സമരങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും കുറച്ച് ഡിമാൻഡുകൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഓഫ് ദ സോവിയറ്റ്. ആരുടെ നേതൃത്വത്തിലുള്ള? ഈ ലെനിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകൾ എന്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബോൾഷെവിക് പാർട്ടി കുറച്ച് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വിഡ്രോ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഓൾറെഡി റഷ്യ എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യണം? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് ആര് പിന്മാറണം? റഷ്യ പിന്മാറണം. രണ്ടാമത്, സീസ് ദ ലാൻഡ് ഓൺ ബൈ ലോഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ ഫാമേഴ്സ്. ഭൂപ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ആർക്ക് വിതരണം ചെയ്യണം? കർഷകർക്ക് വിതരണം ചെയ്യണം. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. അപ്പൊ നിലവിലുള്ള ഒരു ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത് പ്രൈവറ്റ് സിസ്റ്റമാണ്. അത് എന്ത് ചെയ്യണം? പബ്ലിക് പ്രോപ്പർട്ടി ആക്കിയിട്ട് മാറ്റണം. ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ച് ഈ ഒരു ബോൾഷെവിക് പാർട്ടി, ലെനിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റുകൾ ആർക്കെതിരെ തിരിയാണ്? എഗെയിൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. പ്രൊവിഷണൽ ഗവൺമെന്റിൽ ആര് അധികാരത്തിലുള്ളത്? മെൻഷെവിക്കോ. നേതാവാരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി. അങ്ങനെ ഈ ഒരു സമരം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ റഷ്യയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊഫഷണൽ ഗവൺമെന്റിനെതിരെ ആര് തിരിഞ്ഞു? ലെനിനും അതുപോലെ തന്നെ ബോൾഷെവിക് പാർട്ടികളും സോവിയറ്റുകളും തിരിഞ്ഞു. കുറച്ച് ഡിമാൻഡുകൾ, കുറച്ച് ആവശ്യങ്ങൾ അവർ ഗവൺമെന്റിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറണം, അതുപോലെ തന്നെ കർഷകർക്ക് എന്ത് ചെയ്യണം? ഭൂമികൾ പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് വിതരണം ചെയ്യുക എന്നുള്ള കുറച്ച് ഡിമാൻഡുകളൊക്കെ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ഈ ഒരു നിലവിലുള്ള പ്രൊഫഷണൽ ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഗവൺമെന്റ് അവിടെ വരികയാണ്. ഈ ലെനിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഒരു ഗവൺമെന്റ് വരികയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചേഞ്ച്, അങ്ങനെ വരുന്ന അധികാര ചേഞ്ച് അറിയപ്പെടുന്നത് ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞു നിക്കോളാസ് രണ്ടാമനെ മാറ്റിക്കൊണ്ട് അവിടെ കെരൻസ്കി അധികാരത്തിലെത്തിയത് ഏതാണ്? ഫെബ്രുവരി റവല്യൂഷൻ. അപ്പോൾ ഇവിടെ വരുന്ന റവല്യൂഷൻ ഒക്ടോബർ റവല്യൂഷൻ. ഓക്കെ, ആരുടെ നേതൃത്വത്തിലായിരിക്കും? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ലെനിൻ. ഓക്കെ, ഈ നോക്കാം നമുക്ക് ഈ ഒരു വിപ്ലവത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയെല്ലാം നോക്കാം. ഇൻ 1970 ഒക്ടോബർ, ബോൾഷെവിക് ഓർഗനൈസ്ഡ് ആൻ ആർമഡ് റിബെല്യൻ അഗെയിൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ഒരു സായുധ കലാപമാണ് ആർക്കെതിരെ? എഗെയിൻസ്റ്റ് ദ പ്രൊഫഷണൽ ഗവൺമെന്റ്. ആരാണ് ഓർഗനൈസ് ചെയ്തത്? ബോൾഷെവിക് പാർട്ടി. അപ്പൊ അത് നേതാവ് ലെനിൻ. ഏതാണ് ദിവസം? ഒക്ടോബർ ആണ്, ഒക്ടോബർ 1970. ശക്തമായിട്ടുള്ള ഒരു സായുധ കലാപം ആരംഭിച്ച് അതിന്റെ ഭാഗമായിട്ട് കെരൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി. അദ്ദേഹം എന്ത് ചെയ്തു? രാജ്യം വിട്ടുപോയി, റഷ്യ വിട്ടുപോയി. എന്നിട്ട് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോൾഷെവിക്. എന്നിട്ട് റഷ്യ ആരുടെ കൺട്രോൾ വരികയാണ്? ഈ ബോൾഷെവിക് പാർട്ടിയുടെ കൺട്രോൾ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ കെരൻസ്കിയുടെ അല്ലെങ്കിൽ മെൻഷെവിക് പാർട്ടിയുടെ ആധിപത്യം അവിടെ അവസാനിച്ചു. അതിനുശേഷം ആരാണ് അധികാരത്തിലെത്തുന്നത്? ബോൾഷെവിക് പാർട്ടി എന്ത് ചെയ്യാണ്? അവിടുത്തെ കൺട്രോൾ
മുഴുവനായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈവന്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക് അറ്റൈൻ ദ പവർ ഈസ് നോൺ ആസ് ദ ഒക്ടോബർ റവല്യൂഷൻ. അങ്ങനെ ഇവർ അറ്റൈൻഡ് അല്ലെങ്കിൽ നേടിയെടുത്ത ആ ഒരു മാറ്റം അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു വിപ്ലവത്തിൽ ബോൾഷെവിക് പാർട്ടി വിജയിച്ചു. ക്യാബിനറ്റ് വാസ് ഫോംഡ് വിത്ത് ലെനിൻ ആസ് ഹെഡ്. അങ്ങനെ ലെനിൻ തലവനായിക്കൊണ്ട് അവിടെ ഒരു പുതിയൊരു മന്ത്രിസഭ എവിടെ ഫോം ചെയ്യാണ്? റഷ്യയിൽ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അധികാരം മാറി മാറി ആരുടെ കയ്യിലെത്തി? ഈ ബോൾഷെവിക് പാർട്ടിയുടെ കയ്യിലെത്തി. അതിൻ്റെ തലവനായിട്ട് ആര് തിരഞ്ഞെടുത്തു? ലെനിൻ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പഠിക്കുക. അങ്ങനെ ഈ ഇവിടുത്തെ ഒരു വിപ്ലവം അവസാനിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷനാണ്. അങ്ങനെ പ്രധാനപ്പെട്ട 2 റവല്യൂഷനിലൂടെ ഈ റഷ്യ എന്ത് ചെയ്യാണ്? ഒരു പുതിയ ഒരു ഭരണ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒക്ടോബർ റവല്യൂഷൻ്റെ അവസാനത്തിൽ ഈ ലെനിൻ്റെ കീഴിൽ ഒരു ക്യാബിനറ്റ് അവിടെ ഫോം ചെയ്തു. അങ്ങനെ അവിടെ ഒരു വിപ്ലവത്തിലൂടെ ഒരു പുതിയ മാറ്റം തന്നെയാണ് റഷ്യയിൽ അനുഭവപ്പെടുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നോക്കാം, ഫസ്റ്റ് പോയിന്റ്, റഷ്യ വിത്ഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ എന്ത് ചെയ്തു? 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. കാരണം അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ്, അവകാശം എന്ന് പറയുന്നത് എന്തായിരുന്നു? 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതായിരുന്നു. അത് അവർ ലെനിൻ ഭരണത്തിലെത്തിയതിനു ശേഷം എന്ത് ചെയ്തു? ആദ്യം ചെയ്ത നടപടി എന്ന് പറയുന്നത് എന്താണ്? റഷ്യ വിത്ഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. രണ്ടാമത്, നേരത്തെ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? കർഷകർക്ക് എന്ത് നൽകണം? ഭൂമി വിതരണം ചെയ്യണം. അത് തന്നെയാണ് അവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. സീസ് ദ ഔട്ട് ദ ലാൻഡ്, ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ പെസൻസ്. കർഷകർക്ക് എന്ത് ചെയ്തു? ഭൂമി വിതരണം ചെയ്തു. അടുത്ത നോക്ക്, ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. ഈ അതുവരെ അവർക്കുണ്ടായിരുന്നത് പ്രൈവറ്റ് സെക്ടറിനായിരുന്നു അവർ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് അധികാരത്തെത്തിയ ശേഷം അവർ ചെയ്തത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ടു പബ്ലിക് സെക്ടർ. പൊതു ഉടമസ്ഥാവകാശത്തിന് അവരെന്ത് ചെയ്തു? പ്രാധാന്യം നൽകി. ഇൻട്രൊഡ്യൂസ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഒരു കേന്ദ്രീകൃത ആസൂത്രണം റഷ്യയിൽ നടപ്പിലാക്കി. അച്ചീവ്ഡ് ദ ഡെവലപ്സ് ഇൻ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോണമി. സാമ്പത്തിക മേഖലയിലും സാങ്കേതിക മേഖലയിലും ഒരുപാട് തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് ഈ ഒരു വിപ്ലവത്തിന് ശേഷം അവർ കൈവരിക്കുകയുണ്ടായി. അടുത്തത് പ്രധാനപ്പെട്ട ഒന്നാണ്, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. ഒരു പുതിയൊരു ഭരണഘടന ഇവിടെ നിലവിൽ വരികയാണ്, റഷ്യയിൽ നിലവിൽ വരികയാണ്. വർഷം ഓർത്ത് വെക്കുക, 1924, 1924. ഇനി അടുത്തതാണ്, വിവിധ പ്രദേശങ്ങളായി ചിതറി നിന്നിരുന്ന ഒരു റഷ്യയെ ഒരൊറ്റ രാജ്യമാക്കിയിട്ട്, അല്ലെങ്കിൽ USSR എന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സൊസൈറ്റി റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നത് ഇതിന് ശേഷമാണ്. അതുപോലെ തന്നെ സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സോഷ്യലിസത്തിൻ്റെ ഐഡിയകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു റഷ്യൻ റവല്യൂഷനെ ഒരു 4 മാർക്കിന് ചോദിക്കാറുള്ളത് റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷനാണ്. ഈ ഫസ്റ്റ് രണ്ടെണ്ണം വളരെ ഈസിയാണ്, നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് കറക്റ്റ് നിങ്ങൾ നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൈനീസ് റവല്യൂഷൻ അഥവാ ചൈനീസ് വിപ്ലവം. എങ്ങനെയാണ് ചൈന ഇന്ന് കാണുന്ന ഒരു പോപ്പുലർ ഗവൺമെന്റ് ആയിട്ട് മാറിയതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇത് ഫോറിനേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ സിൽക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് പ്രൊഡക്ഷൻ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ചൈനയായിരുന്നു. അന്നത്തെ ഒരു മാർക്കറ്റ്, ഒരു വേൾഡിൽ മാർക്കറ്റ് കൈയടക്കിയിരുന്നത് ചൈനയായിരുന്നു. കാരണം യൂറോപ്യൻ ആളുകൾക്ക് ഇവരുടെ മാർക്കറ്റിൽ എത്തണം, കാരണം ട്രേഡിന് വേണ്ടിയാണല്ലോ അവർ വരുന്നത്. അപ്പോൾ മാർക്കറ്റ് കൈയടക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ ഒപ്പിയമായിരുന്നു. ഒപ്പിയം എന്ന് പറയുന്നത് ഒരു കറുപ്പ് ഒരു ലഹരി പദാർത്ഥമാണ്. വൻതോതിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ചൈനയുടെ മാർക്കറ്റിൽ അവർ ഒഴിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ യുവാക്കളിലും അല്ലെങ്കിൽ ഒരു എല്ലാ തരത്തിലും ചൈനയുടെ മാർക്കറ്റിനെ ഈ ഒപ്പിയത്തിലൂടെ അവർ കീഴടക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് യൂറോപ്യന്മാർ എവിടെ എത്തുന്നത്? ചൈനയുടെ മാർക്കറ്റിൽ എത്തുന്നത്.
അതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം. ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്കക്ക് ഇവരുടെ മാർക്കറ്റിൽ യാതൊരു തരത്തിലുള്ള ഒരു അവസരവും കിട്ടിയിരുന്നില്ല. ആ ഒരു സമയത്താണ് തുറന്ന വാതിൽ നയം എന്ന ഒരു നയത്തിലൂടെ അമേരിക്കയും ആരുടെ കമ്പോളത്തിലെത്തുന്നത്? ചൈനയുടെ കമ്പോളത്തിലാണ്. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാനുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു വിപ്ലവം നടക്കുന്ന കാലഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്നത് മഞ്ചു ഡൈനാസ്റ്റി എന്ന രാജവംശമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? മഞ്ചു ഡൈനാസ്റ്റി. ഓക്കെ, മഞ്ചു ഡൈനാസ്റ്റി രാജാവാണെങ്കിൽ പോലും ഇവർ ഫോറിനേഴ്സിന് വളരെ നല്ല തരത്തിലുള്ള സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വിഭാഗമായിരുന്ന മഞ്ചു ഡൈനാസ്റ്റി. സ്വന്തം രാജ്യത്തിൻ്റെ ആളുകൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം നൽകിയത് ഫോറിനേഴ്സിനായിരുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും സാധാരണ ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ആർക്കെതിരെ തിരിയും? എഗെയിൻസ്റ്റ് ദ മഞ്ചു ഡൈനാസ്റ്റി. ഓക്കെ, ആ ഒരു സമയത്താണ് ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ, ഒരു രഹസ്യ സംഘടന ടു റിബിൽ എഗെയിൻസ്റ്റ് മഞ്ചു ഡൈനാസ്റ്റി. ആർക്കെതിരെ ഒരു കലാപം ആരംഭിക്കുകയാണ്? മഞ്ചു ഡൈനാസ്റ്റിനെതിരെ ഒരു കലാപം ആരംഭിക്കുകയാണ്. ആര്? ഈ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ, ഒരു രഹസ്യ സംഘടന. ഇതിന്റെ വർഷം എന്ന് പറയുന്നത് ഓർത്തു വെക്കുക, 1900-ലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ആർക്കെതിരെ തിരിയുന്നത്? ഈ മഞ്ചു ഡൈനാസ്റ്റിനെതിരെ തിരിയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു റിബെല്ലൻ അറിയപ്പെട്ട പേര് ബോക്സർ റിബെല്ലൻ എന്നാണ്. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ എംബ്ലം, അവരുടെ ഈ സീക്രട്ട് ഓർഗനൈസേഷന്റെ എംബ്ലം എന്ന് പറയുന്നത് ബോക്സർ ഫിസ്റ്റ് ആണ്. നമ്മൾ ബോക്സറിന് ഉപയോഗിക്കുന്ന ഒരു മുഷ്ടിയായിരുന്നു ആരുടെ ചിഹ്നം? ഈ സീക്രട്ട് ഓർഗനൈസേഷന്റെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിബെല്ലൻ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബോക്സർ റിബെല്ലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വർഷം ഓർത്തിരിക്കുക, 1900. പക്ഷേ ഈ ഒരു റിബെല്ലൻ എന്തായിരുന്നു? ഫെയിലിയർ ആയിരുന്നു, പരാജയപ്പെട്ടു. പക്ഷേ പരാജയപ്പെട്ടെങ്കിൽ പോലും ഇനി വരുന്ന, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ പോരാടാൻ ഇനി വരുന്ന നേതാക്കന്മാർക്കും ജനങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ നൽകിയ, പ്രചോദനം നൽകിയ ഒരു റിബെല്ലൻ തന്നെയായിരുന്നു ഇത് ബോക്സർ റിബെല്ലൻ എന്ന് പറയുന്നത്. അങ്ങനെ 1900 നടന്ന ബോക്സർ റിബെല്ലൻ പരാജയപ്പെട്ടെങ്കിൽ പോലും തുടർന്ന് വന്ന പോരാട്ടങ്ങൾക്ക് പ്രചോദനമാകിയിട്ടുണ്ട് ഏത്? ബോക്സർ റിബെല്ലൻ. അങ്ങനെ 1911 ഡോക്ടർ സൺ യാത് സെൻ ലീഡ് എ റവല്യൂഷൻ അഗെയിൻസ്റ്റ് മഞ്ചു ഡൈനാസ്റ്റി. അങ്ങനെ 1916 ഡോക്ടർ സൺ യാത് സെന്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം നടന്നു. ആർക്കെതിരെ? മഞ്ചു ഡൈനാസ്റ്റി. അങ്ങനെ ആ വിപ്ലവം വിജയിച്ചു. അങ്ങനെ ദിസ് എൻഡോഡ് മൊണാർക്കി ഇൻ ചൈന. അങ്ങനെ ചൈനയിലുണ്ടായിരുന്ന ഈ മഞ്ചു ഡൈനാസ്റ്റിന്റെ മൊണാർക്കി അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു നേതാവ് വന്നു. ആരാണ് പേര്? ഡോക്ടർ സൺ യാത് സെൻ. വർഷം ഓർത്തു വെക്കുക, 1911. ബോക്സർ റിബെല്ലൻ നടന്ന വർഷം ഏതാണ്? 1900. അപ്പം ഈ ഇവിടുത്തെ മൊണാർക്കി അവസാനിച്ചു. ആരുടെ നേതൃത്വത്തിൽ? ഡോക്ടർ സൺ യാത് സെൻ. അങ്ങനെ ഒരു പുതിയ പാർട്ടി വരികയാണ്, കുമിന്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഇൻ ചൈന. അങ്ങനെ കുമിന്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഉയർന്നു വരികയാണ് ചെയ്തത്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാത് സെൻ. അങ്ങനെ സൺ യാത് സെന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി എന്ത് ചെയ്യാണ്? ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രധാനമായിട്ടും ഡോക്ടർ സൺ യാത് സെൻ പ്രചരിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയകൾ എന്ന് പറയുന്നത് നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ദേശീയതയും അതുപോലെ തന്നെ ജനാധിപത്യവും സോഷ്യലിസവുമാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ 2 മാർക്ക് ചോദിക്കാറുണ്ട്, ഡോക്ടർ സൺ യാത് സെന്റെ ഐഡിയകൾ ഏതെല്ലാം? അപ്പോൾ അത് ഒറ്റയടിക്ക് നിങ്ങൾ ഉത്തരം പറയണമെന്ത്? നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഈ 3 പോയിന്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെ ഓർത്തു വെക്കാനുള്ളത്, നേതാവ് ഡോക്ടർ സൺ യാത് സെൻ ആണ്. അദ്ദേഹമാണ് മഞ്ചു ഡൈനാസ്റ്റിന്റെ ആ ഒരു മൊണാർക്കി സിസ്റ്റം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് രൂപീകരണത്തിലേക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മുടെ ചൈന ഇപ്പോൾ ആരുടെ ഭരണത്തിന് കീഴിലാണുള്ളത്? കുമിന്താങ് ഗവൺമെന്റ്. അതിൻ്റെ നേതാവാരായിരുന്നു? ഡോക്ടർ സൺ യാത് സെൻ. അപ്പോൾ നോക്കാം, ഈ ഡോക്ടർ സൺ യാത് സെന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഏതെല്ലാം രീതിയിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് അദ്ദേഹം ചെയ്തത്, ഡിസൈഡഡ് ടു ക്യാൻസൽ ദ അൺജസ്റ്റ് ട്രീറ്റീസ് signed with the foreign countries and wanted to maintain equality with western countries. അതിനു മുമ്പ് ഒരുപാട് ട്രീറ്റുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെ തമ്മിൽ? ഫോറിനേഴ്സ് ഉള്ള ആളുകളും തമ്മിൽ. അതുപോലെ തന്നെ
ഒരുപാട് അവകാശം അതുവരെ ഉണ്ടായിരുന്നത് ഫോറിനേഴ്സിനായിരുന്നു, വിദേശികൾക്കായിരുന്നു അതുവരെ ഒരുപാട് അവകാശങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ കുമിന്താങ് പാർട്ടി വന്നതിന് ശേഷം ഒരു ഇക്വാളിറ്റി, ഒരു തുല്യ അവകാശം അവിടുത്തെ പാർട്ടിക്കും അതുപോലെ തന്നെ വിദേശികൾക്കും തുല്യ അവകാശമാക്കിയിട്ട് അവർ മാറ്റി. അടുത്തതാണ് ദ കുമിന്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒരുപാട് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ കുമിന്താങ് പാർട്ടി അവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ചൈന റിസീവ്ഡ് അസിസ്റ്റന്റ് ഫ്രം റഷ്യ. റഷ്യയുടെ സഹായം ആര് തേടിയിട്ടുണ്ട്? ചൈന തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോം. ഈ ഒരു കാലഘട്ടത്തിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഈ ഒരു തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കുമിന്താങ് പാർട്ടി വലിയ ഒരു ഓപ്പറേഷനിലായിരുന്നു മുമ്പോട്ട് പോയിരുന്നത്. വലിയ സഹകരണത്തിലൂടെയായിരുന്നു. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടി വളരെ നല്ല സഹകരണത്തോടു കൂടിയാണ് മുമ്പോട്ട് പോയിരുന്നത്. എന്നാൽ അവിടെ നിലവിൽ ഭരണം നടത്തിയിരുന്നത് ഡോക്ടർ സൺ യാറ്റ് സെൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അവിടെ ഭരണത്തിൽ എത്തിയിരുന്നത് ചിയാങ് കൈഷക്കാണ്. എന്നാൽ ചിയാങ് കൈഷക് ഇവിടെ ഭരണത്തിലെത്തിയ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും തമ്മിലുള്ള സഹകരണം വഷളമായിട്ട് മാറി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ സൺ യാറ്റ് സെൻ്റെ മരണത്തിന് ശേഷം അധികാരത്തിലെത്തിയതാരാണ്? ചിയാങ് കൈഷക്. അദ്ദേഹത്തിന് ശേഷം എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയുണ്ടായി. നിലവിലിപ്പം ചൈന ആരുടെ ഭരണത്തിന് കീഴിലാണ്? ചിയാങ് കൈഷക്കിന്റെ ഭരണത്തിന് കീഴിൽ. അതെങ്ങനെയൊക്കെ വന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എവിടെയുണ്ട്? ചൈനയിലുണ്ട്. ഈ ചിയാങ് കൈഷക്ക് വന്ന സമയത്ത് കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സഹകരണം ഇല്ലാതായിട്ട് മാറി. അങ്ങനെ നമുക്ക് നോക്കാം, കുറച്ചു കാലം ചൈന ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ചിയാങ് കൈഷക്കിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ചിയാങ് കൈഷക്കിന്റെ ഭരണരീതി എങ്ങനെയൊക്കെയായിരുന്നു? ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഹി സ്റ്റാർട്ടഡ് മിലിറ്ററി ഓട്ടോക്രാസി ഇൻ ചൈന. ഒരു സൈനിക മേധാവിത്വമുള്ള ഒരു ഭരണം ചൈനയിൽ കൊണ്ടുവന്നു. ആര്? ചിയാങ് കൈഷക്. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ അവിടുത്തെ ജനങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു പോരാടിയിരുന്നത്? മഞ്ചു ഡൈനാസ്റ്റിയുടെ ഈ ഓട്ടോക്രാസിക്കെതിരെ. വീണ്ടും അവിടെ ഈ ചിയാങ് കൈഷക്കിന്റെ ഭരണത്തിന് കീഴിൽ എന്ത് വരികയാണ്? അവിടെ ഒരു ഓട്ടോക്രാറ്റിക് ഇൻ ചൈന. ഓക്കെ, അടുത്ത് നോക്കാം. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിംഗ് അമേരിക്ക ടു ഫ്രീലി ഇന്റർഫിയർ ഇൻ ചൈന. ചൈനയിൽ വിദേശികൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു നിയമവുമില്ല, ഇഷ്ടം പോലെ ഒരു ഫ്രീ ആയിട്ട് ഇടപെടാനുള്ള അവസരം ആര് ഒരുക്കി കൊടുത്തോ? ചിയാങ് കൈഷക് ഒരുക്കി കൊടുത്തു. പ്രത്യേകിച്ച് അമേരിക്കക്കോ യാതൊരു നിയമങ്ങളില്ല. അവർക്ക് ഇഷ്ടം പോലെ അവിടെ മാർക്കറ്റിൽ വരാം, അവിടെ പ്രൊഡക്റ്റുകൾ വിൽക്കാം, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യും, ഒക്കെ എല്ലാം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ ചിയാങ് കൈഷക്കിന്റെ ഭരണം മാറി. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആളുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു സഹകരണവും ആർക്കില്ല. ഈ ചിയാങ് കൈഷക്ക് അധികാരത്തിൽ വന്ന സമയത്ത് കുമിന്താങ് പാർട്ടിക്ക് ഇല്ലാതായിട്ട് മാറി. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്. ബൈ ദിസ് ടൈം കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ വ്യാവസായിക മേഖലകളായിട്ടുള്ള കൽക്കരി, ഇരുമ്പ് വ്യവസായം എല്ലാം ആരുടെ കൺട്രോളായിട്ട് മാറി? ഫോറിനേഴ്സിന്റെ കൺട്രോളായിട്ട് മാറി. ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചത് മഞ്ചു ഡൈനാസ്റ്റി ഒക്കെ ആർക്ക് അനുകൂലമായിട്ട് നിലപാടാണ് എടുത്തത്? ഫോറിനേഴ്സ്. അതേപോലെ തന്നെയാണ് ഈ ചിയാങ് കൈഷക് വന്ന സമയത്ത് ഫോറിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും തുറന്നു കൊടുത്തു. ആരെ? ചിയാങ് കൈഷക്. ഓക്കെ, ഇനി ഇതിനെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉയർന്നു വരുന്നത്. അങ്ങനെ പുതിയൊരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിട്ട് അവിടെ ഉയർന്നു വരികയാണ് മാവോ സേതുങ്. മാവോ സേതുങ് എന്ത് ചെയ്യാണ്? അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഈ ഒരു ചിയാങ് കൈഷക്കിന്റെ ഭരണത്തിനെതിരെ അദ്ദേഹം പോരാടിയത് ഈ ലോങ് മാർച്ചിലൂടെയാണ്. സാധാരണ എക്സാമിന് ചോദിക്കാറ് ലോങ് മാർച്ച് എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു കുമിന്താങ് പാർട്ടി അധികാരത്തിൽ നിന്ന് ഇറക്കണം. അപ്പോൾ ആരാണ് അവിടെ എത്തുന്നത്? മാവോ സേതുങ് ലോസ് ദ ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ആര് ഉയർന്നു വരികയാണ്? മാവോ സേതുങ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാം ലോങ് മാർച്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ,
ലോങ് മാർച്ച് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1934. ലോങ് മാർച്ച് തുടങ്ങുന്നതാണ് 1934 ലോങ് മാർച്ച് തുടങ്ങുന്നത്. ഓക്കെ, സ്റ്റാർട്ടഡ് ഫ്രം ക്യാങ്ഷി ഇൻ സൗത്ത് ചൈന. ദക്ഷിണ ചൈനയിലെ ക്യാങ്ഷി എന്ന പ്രദേശത്ത് നിന്നാണ് ഈ ഒരു ലോങ് മാർച്ച് തുടങ്ങുന്നത്. ആ ലോങ് മാർച്ചിലൂടെ അദ്ദേഹം നേടിയെടുത്ത കാര്യങ്ങളാണ്: ദേ സീസ്ഡ് ഔട്ട് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് വില്ലേജസ് ഫ്രം ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ ഫാമേഴ്സ്. അവിടുത്തെ പ്രഭുക്കന്മാരിലുണ്ടായിരുന്ന ഒരുപാട് ഭൂമികൾ പിടിച്ചെടുത്തുകൊണ്ട് ആർക്ക് വിതരണം ചെയ്യാണ്? കർഷകർക്ക് വിതരണം ചെയ്യാണ്. അങ്ങനെ കർഷകരുടെ സപ്പോർട്ട് ആർക്ക് ഉണ്ടായിട്ടുണ്ട്? മാവോ സേതോങ്. അങ്ങനെ ലോങ് മാർച്ച് ആരംഭിച്ച് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ലോങ് മാർച്ച് നടന്നു പോകുന്ന സമയത്ത് ഈ ഭൂപ്രഭുക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ പിടിച്ചെടുത്ത് ആർക്ക് വിതരണം ചെയ്തോ? പാവപ്പെട്ട ഭൂമിയില്ലാത്ത കർഷകർക്ക് വിതരണം ചെയ്തു. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ. ദ ജേർണി കവേർഡ് അറൌണ്ട് 12,000 കിലോമീറ്റർ, സോ ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. 12,000 കിലോമീറ്റർ താണ്ടിയാണ് ഈ ലോങ് മാർച്ച് അവസാനിക്കുന്നത്. അവിടെ ആ വഴികളുണ്ടായിരുന്ന ഭൂമികളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അവർ ആർക്ക് വിതരണം ചെയ്തു? കർഷകർക്ക് വിതരണം ചെയ്തു. അങ്ങനെ ആ ഒരു ചരിത്രത്തിൽ ഈ കുമിന്താങ് പാർട്ടിയെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഈ ലോങ് മാർച്ച് ആയിരുന്നു. ആരുടെ കൺട്രോളായിരുന്നു? അണ്ടർ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നേതാവാരായിരുന്നു? മാവോ സേതു. അങ്ങനെ വളരെ നല്ല സ്വാധീനം തന്നെയാണ് ലോങ് മാർച്ചിന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നോക്കാം, ആ ഒരു സമയത്ത് ചിയാങ് കൈഷക് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ചിയാങ് കൈഷക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസൈലം ഇൻ തായ്വാൻ. രാഷ്ട്രീയ അഭയം തേടി തായ്വാനിലേക്ക് അദ്ദേഹം ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. എപ്പം? ഈ സമയത്താണ് റെഡ് ആർമി, ഈ മാവോ സേതുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആർമിയാണ് ഇത് റെഡ് ആർമി. ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. സാധാരണ വൺ വേർഡിനൊക്കെ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ആർമി ഏതാണ്? റെഡ് ആർമി. ഈ റെഡ് ആർമി മാവോ സേതുവും കുമിന്താങ് ആസ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? രാഷ്ട്രീയ അഭയം തേടിയിട്ട് തായ്വാനിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണ് 1949 ചൈന ഒരു പോപ്പുലർ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചൈന ബിക്കം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1 ഒക്ടോബർ 1949 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ്. അങ്ങനെ മാവോ സേതുങ്ങിന്റെ കീഴിൽ ഒരു പോപ്പുലർ റിപ്പബ്ലിക് ആയിട്ട് ചൈന മാറുകയാണ് ചെയ്യുന്നത്. വർഷം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ചൈനീസ് റവല്യൂഷൻ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അവിടെ ഭരിച്ചിരുന്നത് മഞ്ജു ഡൈനാസ്റ്റി ആയിരുന്നു. മഞ്ജു ഡൈനാസ്റ്റി ആർക്ക് അനുകൂലമായിരുന്നു? ഫോറിനേഴ്സിന് അല്ലെങ്കിൽ വിദേശികൾക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു റിബില്ലൻ നടന്നു. ഏതായിരുന്നു? ബോക്സർ റിബില്ലൻ. എന്തുകൊണ്ടാണ് ബോക്സർ റിബില്ലൻ വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബോക്സർ റിബില്ലൻ പരാജയമാണെങ്കിൽ പോലും പിന്നീട് വന്ന പ്രധാനപ്പെട്ട വിപ്ലവങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഏത്? ഈ ബോക്സർ റിബില്ലൻ എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ആര്? ഡോക്ടർ സന്യാസൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയകൾ നമ്മൾ പറഞ്ഞു. 3 ഐഡിയകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു ഏത്? കുമിന്താങ് പാർട്ടി. ആ കുമിന്താങ് പാർട്ടി ഈ ഡോക്ടർ സന്യാസന്റെ മരണത്തിന് ശേഷം അവിടെ അധികാരത്തിലെത്തിയത് ആരായിരുന്നോ? ചിയാങ് കൈഷക്. അദ്ദേഹമാണ് അത് എല്ലാം വഷളമാക്കിയത്. പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ തരത്തിലുള്ള ഒരു വിപ്ലവത്തിലൂടെയാണ് ചൈന ഒരു പോപ്പുലർ റിപ്പബ്ലിക് ആയിട്ട് മാറ്റുന്നത്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു. ഏത് പാർട്ടിയായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇത്ര മാത്രമേ ചൈനീസ് റവല്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന് എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക നിങ്ങൾ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് നിങ്ങൾ പ്രധാനമായിട്ട് നടന്ന സംഭവങ്ങൾ, വർഷം, അതേപോലെ അതിൻ്റെ നേതാക്കന്മാർ. നിങ്ങൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചത് ഫ്രഞ്ച് റവല്യൂഷൻ. ആ ഒരു സമൂഹം എങ്ങനെയായിരുന്നു? ആരായിരുന്നു വില്ലൻ? ആരായിരുന്നു അവിടുത്തെ വിപ്ലവകാരികൾ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. അത് ആർക്കെതിരെ ആരായിരുന്നു വിപ്ലവം നടത്തിയിരുന്നത്? അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് റഷ്യൻ റവല്യൂഷൻ. അവസാനം നമ്മൾ ഇപ്പോൾ പഠിച്ചു ഏതാ? ചൈനീസ് റവല്യൂഷൻ. ഇത്തരത്തിലുള്ള റവല്യൂഷൻ നല്ല രീതിയിൽ അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ റിസൾട്ട്, നേതാക്കന്മാർ എത്ര നിങ്ങൾ ഓർത്തിരിക്കുക, മനസ്സിലാക്കുക. എന്നാൽ ഈ പാഠഭാഗം വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ പഠിക്കും. ഹിസ്റ്ററിയിലെ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററായിട്ടുള്ള ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.